ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വിശേഷം ഇടുക്കിയാണ്, മൂന്നാറും വാഗമണ്ണും. അപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് സ്റ്റുഡൻസിനെയും കൊണ്ടാണ് മൂന്നാർ വാഗമൺ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം പോയത് മൂന്നാറാണ്. അപ്പോൾ അവിടെ ഭയങ്കര തണുപ്പാണ്, നല്ല മഞ്ഞും ഒക്കെ ആയിട്ട്. ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മേഘത്തെ ടച്ച് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ്. അത്രയും താഴെയാണ് മഞ്ഞും മേഘവും നിൽക്കുന്നത്. നല്ലൊരു വൈബാണ്. ഈ പോയിന്റിലേക്ക് എത്താൻ കുറച്ച് ദൂരം നടക്കണം. എല്ലാവരും നടന്ന് തളർന്നു. ഇനി തിരിച്ചു കയറാനുള്ള തത്രപ്പാടിലാണ്. ഈ യാത്രയിലെ എനിക്ക് ഏറ്റവും വിലപ്പെട്ട നിമിഷം എന്ന് പറയുന്നത് സൗഹൃദത്തിൻ്റെ ഒരു മനോഹര നിമിഷമാണ്. എൻ്റെ ഫ്രണ്ട് ഷൈൻ മേരി ജോർജ്. 15 വർഷത്തിന് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ച. അപ്പം ഞങ്ങൾ അടിമാലിയിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയത്താണ് ജസ്റ്റ് ഷൈനിനെ ഒന്ന് വിളിച്ചത്. ഷൈൻ, ഞാൻ അടിമാലിയിലുണ്ട്, മൂന്നാർ പോകുന്ന വഴിയാണെന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ചാടിപ്പടഞ്ഞ് ഓടി വന്നു ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. ചില ബന്ധങ്ങൾ, ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്. എവിടെ പോയാലും നമ്മെ തേടിയെത്തുന്ന ചില മനസ്സുകൾ. അതൊന്നും എല്ലാവർക്കും കഴിയില്ല അല്ലേ? എൻ്റെ ഷൈനിനും ചേട്ടായിക്കും അത് കഴിഞ്ഞു. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. നെക്സ്റ്റ് നമ്മൾ പോയത് കണ്ണൻ ദേവൻ ടീ ഫാക്ടറി. ഇവിടെ ടീ ലീവ്സ് കൊണ്ടുവന്ന് ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സ്, മെഷീൻസിനുള്ള പ്രോസസ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അവിടെ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷനാണ്, നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ വെള്ളം പാല് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ പൊടിയിട്ടിട്ട് കുറേ നേരം ഇട്ട് വേവിക്കും. അതുകൊണ്ടാണ് അത്രയും നമുക്ക് ആ ടേസ്റ്റും സ്മെല്ലൊന്നും ഫീൽ ചെയ്യാത്തത്. അപ്പോൾ അവർ പറഞ്ഞത് പാലും വെള്ളവും തിളപ്പിച്ചതിന് ശേഷം പൊടിയിട്ടതും സ്റ്റവ് ഓഫ് ചെയ്തിട്ട് 3 മിനിറ്റ് അടച്ച് വയ്ക്കുക. അതിനുശേഷം ചായ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും, നല്ല സ്മെല്ലാവും എന്നാണ് പറഞ്ഞത്. അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീസ് ഉണ്ട്. വൈറ്റ് ടീസ്, ചോക്ലേറ്റ് ടീ, ഗ്രീൻ ടീ, അങ്ങനെ കുറേ ടീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയത് വൈറ്റ് ടീ ആയിരുന്നു. വൈറ്റ് ടീ നല്ല റേറ്റാണ്. ചോക്ലേറ്റ് ടീയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചോക്ലേറ്റ് ടീ അത്രയ്ക്ക് എനിക്കിഷ്ടമായില്ല. പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ടീ പൗഡർ ഓരോ ബാഗിലാക്കി വെച്ചിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ടീ ഫാക്ടറിയിൽ വന്നിട്ട് നമ്മുടെ കുഞ്ഞുട്ടൻ്റെ കുറേ ലീലാവിലാസങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഷെഫിൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി എക്സ്പ്ലനേഷൻ നമ്മുടെ ഷെഫിൻ്റെ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് മേഘത്തെ തൊടാൻ കഴിയും എന്ന് പറഞ്ഞ വ്യൂ പോയിന്റ്. ഇത് മൂന്നാറാണ്. അത് വാഗമൺ. അത് നമ്മൾ നാളെ ചൂട്. ഇത് നമ്മുടെ കുഞ്ഞിട്ടൻ വാഗമണിലോ ഡൗട്ടാണ്. തണുപ്പ് എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ കൊടൈക്കനാലാണ്. മാസുമ അവിടെ പറയുന്നുണ്ട് വാഗമണിലും ഇനി ഇതുപോലെ ഒരു മല കയറാനുണ്ടെന്ന്. വാഗമണിൽ നമ്മൾ ഫസ്റ്റ് പോയത് പാരാഗ്ലൈഡിങ് നടക്കുന്ന പോയിന്റിലാണ്. ഇവിടെ നല്ല കാറ്റാണ്, നല്ല വ്യൂ പോയിൻറ്റ്സ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു, ബോട്ടിങ്ങിന് പോയി. അത് നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് നോക്കാം. ഇത് തുഴഞ്ഞു പോകാന്നുള്ളതൊരു സീനാണ്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ്, സൂപ്പറാണ്.
നമ്മുടെ കുഞ്ഞുട്ടൻ ഭയങ്കര എൻജോയ്മെന്റ് ആണ് കേട്ടോ. കുഞ്ഞുട്ടൻ ഇതാണ് പാരാഗ്ലൈഡിങ് നടക്കുന്ന സ്പോട്ട്. അപ്പോൾ ഇവിടെ ഒരു കയറ് കൊണ്ട് ഒരു ബൗണ്ടറി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാരാഗ്ലൈഡിങ്ങിലുള്ള ആളുകൾ മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുക. ബാക്കിയുള്ളവരെല്ലാവരും പുറത്ത് നിന്നാണ് ഇത് കാഴ്ച കാണുന്നത്. പാരാഗ്ലൈഡിങ്ങിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പേടിയാണ് മനസ്സിൽ. കുഞ്ഞുട്ടൻ അവിടെ നിന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ കാണാൻ രസമാണ്. പക്ഷെ ജീവൻ പണയം വെച്ച് ചെയ്യുന്നത് പോലെ നമ്മളാരും പാരാഗ്ലൈഡിങ് ചെയ്തില്ല കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഇയാൾ ഇതുവരെ വീട്ടില്ലല്ലേ? പറയില്ലേ, താഴെ ഇറങ്ങുമ്പോഴാണ് വീഴുന്നത്. അതങ്ങനെ ഇറങ്ങുമ്പോഴാണ് ടപ്പട്ടപ്പേ വീഴുന്നത്. അതാണ് ഫാസ്റ്റിൽ വന്നിട്ട് വീഡിയോ എടുക്കണം. അപ്പം അന്ന് ഇറങ്ങിയതാണ്. നെക്സ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് കുരിശുമലയാണ്. ഞങ്ങൾ കുരിശുമലയിൽ കയറിയില്ല കേട്ടോ, അവിടെ കുറേ മല കയറാനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റിലാണ് കേട്ടോ. പൈൻ ഫോറസ്റ്റിൽ വാശി പിടിച്ച് ആദ്യം തന്നെ ടോയ് വാങ്ങി കൈ പിടിച്ച് നടക്കുന്ന നമ്മുടെ കുഞ്ഞുട്ടനാണ്. ഈ കുട്ടികൾക്കുള്ള ടോയ്സ് നമ്മൾ ആദ്യം തന്നെ വാങ്ങി കൊടുക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ അവരിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കും, നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല, അവർക്കും വിഷമമാണ്. അപ്പോൾ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ആ ഒരു ടോയ് കൈ കിട്ടുക എന്നുള്ളതാണ്. ആ ടോയ് കൈ കിട്ടിയതോടുകൂടി അവൻ സെറ്റായി. മോനിപ്പോഴും പാരാസ്ലൈഡിങ് വിട്ടിട്ടില്ല. അവനിപ്പോഴും പാരാസ്ലൈഡിങ് പോണം പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാരാസ്ലൈഡിങ് പോവാ. നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റിലാണ്. ഇനി നമ്മുടെ യാത്ര മൊട്ടക്കുന്നിലേക്കാണ്. മൊട്ടക്കുന്നിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കാറ്റാണ്. അവിടെ കുറേ പേര് പട്ടം പറത്തുന്നുണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ മോന് ഒരു കൊതി. പക്ഷേ അത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്
ഇനി പട്ടം വാങ്ങണമെങ്കിൽ പുറത്ത് പോകണം. പുറത്തേക്ക് പോകണമെന്ന് കുറേ ദൂരം നടക്കണം. അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞതും മോന് വാശി പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവൻ കരഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു 16 പോയിന്റ് നമ്മുടെ മൊട്ടക്കുന്ന്. അവിടെ ചെന്നാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. വല്ലാത്തൊരു വൈബാണ്. ഒരു 16 വ്യൂ പോയിന്റ്, ഒരു രക്ഷയില്ല. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ കുഞ്ഞേട്ടൻ സെറ്റായി. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ റെഡിയായി നിന്നു. നമ്മുടെ മക്കളുടെ സ്നേഹം എന്ന് പറയുന്നത് അത് വേറൊരു വൈബാണ്. അത് ഫീൽ ചെയ്ത് തന്നെ മനസ്സിലാവണം. അവൻ ആ വാശി പിടിച്ച് എന്നെ ബുദ്ധിമുട്ടിച്ചതിലുള്ള ഒരു വിഷമം, അത് സോൾവ് ആയതിൻ്റെ ഒരു സ്നേഹപ്രകടനം, അത് വേറൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഓരോ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്നത് സ്നേഹത്തിൻ്റെ ഓർമ്മകളാണ്. ജീവിതത്തിൽ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങളാണ്. ഇടുക്കിയിലാണ് ഞാൻ BEd ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇടുക്കിയിലെ പല പോയിൻറ്റ്സും സൈറ്റും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് വാഗമണ്ണിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. വാഗമണ്ണിലുള്ള ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വേറെ ലെവലാണ്. ഈ യൂണിവേഴ്സ് എത്ര മനോഹരമാണ്. ഈ മനോഹാരിത എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഈ യാത്രയിൽ വേറൊരു രസം എന്ന് പറയുന്നത് അട്ടയുടെ കടിയാണ് കേട്ടോ. ഇവിടെ എല്ലാ സ്ഥലത്തും അട്ട ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മൂന്നാർ ഇടുക്കി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരാം. വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. താങ്ക് യു.